ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പ്രത്യേകിച്ച് പേരോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു റെസിപ്പിയൊന്നും ഇല്ലാത്ത ഒരു ഡിഷാണ് നിങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പക്ഷേ എന്താണ് സംഭവം അടിപൊളിയാണ്. ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വേറെ ഒന്ന് കാണിക്കുന്നത്. സംഭവം എന്താണ് അടിപൊളിയാണ്. എന്തൊക്കെയോ ഒരു ഫുഡ് റെസിപ്പിയുടെ ചേരുവകൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് സൈറാസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പോളം അരിപ്പൊടി, അതായത് നമ്മുടെ പത്തിരിപ്പൊടി എടുത്ത് നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ച് ചൂടുവെള്ളം ഉപ്പ് നോക്കിയിട്ട് നന്നായിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പം കുറച്ച് കഴിഞ്ഞ് നമുക്ക് എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് നമുക്ക് എടുക്കാം. ഇപ്പം ഞാനൊരു 5 മിനിറ്റോളം ഒന്ന് കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം നമ്മൾ ആ മാവെടുത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പ്രസ്സൊക്കെ ചെയ്ത് കുഴച്ച് അതിനെ ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മൾ ഈ പിടിക്കൊക്കെ എടുക്കുന്ന അത്രയും ചെറുതായിട്ട് വേണ്ട, ഒരു മീഡിയം സൈസ് ബോളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നെ ബോൾസ് ആക്കിയതിന് ശേഷം നമ്മുടെ ഇഡലി പാത്രത്തിൽ നമ്മൾ പഴമൊക്കെ പുഴുങ്ങാൻ വെക്കില്ല, അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ കുട്ടി ബോൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കാം. അതിന് കുറച്ച് സവോള കുനുകുന അരിയുക, പിന്നെ തക്കാളി അങ്ങനെ വലുതാക്കി തന്നെ അരിഞ്ഞോ കുഴപ്പമൊന്നുമില്ല, പിന്നെ കുറച്ച് കറിവേപ്പില. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ വേണം നമുക്ക്. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ചിക്കൻ കറി വെച്ചോണ്ട് ഞാൻ അതിൽ നിന്ന് തന്നെ കുറച്ച് പീസ് പിച്ച് എടുക്കുക ചെയ്തത്. നിങ്ങൾ അതല്ലാണ്ട് ചിക്കൻ വേവിച്ചിട്ട് കുറച്ച് ഞുള്ളി ചിക്കനും കൂടി എടുക്കണം. അതിനുശേഷം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സവോളയും കൂടി ഇട്ട് ഇച്ചിരി ഉപ്പൂടി ഇട്ട് നന്നായിട്ടൊന്ന് സവോള വഴട്ടിയെടുക്കാം നമുക്ക്. നമ്മുടെ സവോള ഏകദേശം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോഴത്തേനും തക്കാളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് അത് വഴട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാൻ എടുത്തത് ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ചിക്കൻ ആയതുകൊണ്ട് അതിൽ ഓൾറെഡി മസാലകളെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ സാധാ വേവിക്കാത്ത ചിക്കനായി എടുക്കുന്നെങ്കിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ ഒക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് വേണം നിങ്ങൾ മസാല റെഡിയാക്കാനായിട്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല ഇപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ബോൾസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു ബോളൊക്കെ എടുത്തൊന്ന് ഞെക്കി നോക്കണം അത് വെന്തുണ്ടോ ഉള്ളുഭാഗമൊന്നോ. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ മസാലയ്ക്കകത്തേക്ക് നമ്മുടെ ഈ ബോൾസ് ഫുള്ള് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഈ മസാല നമ്മളുടെ ഈ ഒരു ബോൾസിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ മസാല എല്ലാ ഭാഗത്തും പറ്റുന്ന പോലെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ പേരില്ലാത്ത വെറൈറ്റി ഡിഷ് റെഡിയായി കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്കിത് പല ഡിഷിനോട് സാമ്യം തോന്നാം. എന്താണേലും എനിക്കിതിനൊരു പേര് നിങ്ങൾ പറഞ്ഞു തരണം. സോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം നല്ലൊരു ടേസ്റ്റിനാണ് ഇതിന്. ചിക്കൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. ഒരു ചായയൊക്കെ കൂടെ ഇതിൻ്റെ കൂടെ കുടിക്കുമ്പോൾ നല്ല ഒരു ഇതാണ്. ഇതൊരു 4 മണിക്ക് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മെയിൻ കോഴ്സ് പോലെ കഴിക്കാം. എനിവേ ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പി മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ്സ് പറയണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ ബൈ.